കേസ് അപ്പോൾ എല്ലാവർക്കും വളരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ഗോൾഫ് ബോൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ 5500 ആ റേഞ്ച് വില വരും. അപ്പം അതിൽ നിന്ന് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. അപ്പം ഇതാണ് സംഭവം. അപ്പോൾ ഇത് നമ്മൾ മുറിക്കാൻ പോവുകയാണ്. ഇത് മുറിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് എന്തുവാന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഒരു എക്സ്പെരിമെന്റൽ വീഡിയോ ആണ്. അപ്പോൾ പറഞ്ഞിട്ടില്ല, നമുക്ക് നേരെ വർക്ക്ഷോപ്പിൽ പോവാം. കേസ് അപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് സംഭവം. അപ്പോൾ ഇത് നല്ല ഡീറ്റെയിൽ ആയിട്ടൊന്ന് കണ്ടോ. കുറേ പേരും ഡീറ്റെയിൽസൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ സർഫസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, മറ്റേ എന്തിനാണ് കുത്തു പോലെ അത്ര സ്മൂത്തായിട്ടൊന്നുമല്ല. അത്യാവശ്യം കുതിച്ചൊക്കെ പോവും. അയ്യോ പോയി. അത്യാവശ്യം കുതിച്ചൊക്കെ പോവും. വലിയ വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവിടെ വന്നതിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഫിക്സ് ചെയ്ത് വെക്കാനായിട്ട് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ടൈറ്റ് ചെയ്ത് വെച്ച് മുറിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട് ഇവിടെ. അതുകൊണ്ടാണ് നമ്മളിങ്ങ് വർക്ക്ഷോപ്പിൽ വന്നത്. അപ്പം പയ്യന്മാരതിൻ്റെ പണിയിലാണ്, മെഷീൻ എടുക്കാനുള്ള പണിയിലാണ്. നമുക്കിത് സെറ്റ് ചെയ്യാം അവിടെ. ഇതിലിങ്ങനെ വെച്ച് ടൈറ്റ് ചെയ്യാം. മതിയുടെ പൊട്ടും. കേസ് നമ്മൾ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മെഷീൻ വെച്ച് നമുക്കിത് മുറിക്കാം. കേസ് മെഷീൻ തപ്പി കയറി. മെഷീനല്ലേ ഗേസ്, മെഷീൻ കിട്ടിയില്ല. തക്കാളി ഇത് വെച്ച് മുറിക്കാം. ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ കിണ്ണനാണ് ഇത് മുറിക്കാൻ പോകുന്നാളിയാ. ഇപ്പൊ പരിപാടി തുടങ്ങിയാണ്. നമുക്ക് അതിന്റെ ലോഗോയുടെ നടുക്ക് വെച്ച് തന്നെ മുറിക്കാം. വലിയ ബുദ്ധിമുട്ടില്ലാതെ മുറിഞ്ഞു പോകുന്നുണ്ട്. ഒരു നീല പൊടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ നീല പൊടി മാറി ഒരു കറുത്ത പൊടിയൊക്കെ അതിന്റെ അകത്തുനിന്ന് വരുന്നുണ്ട്. പല പല ലെയറായെന്ന് വന്നു. അടുത്ത ആള് കറിയൊക്കെയാണ്. നനങ്ങി തുടങ്ങിയടാ. ഒന്നും കൂടെ ടൈറ്റ് ചെയ്യണോ? ഗേസ് ഊരിയിട്ട് തിരിച്ചു വെക്കാം. ഗേസ് ഇവിടെ ഊരടാ, ഇവിടെ ഊരടാ. ഇത് ഊര്, ഇത് ഊര്. ഗേസ് അപ്പൊ നമ്മളിത് ഊരി തിരിച്ചു വെക്കാൻ പോവാണ്. പകുതിയോളം മുറിഞ്ഞിട്ടുണ്ട്. നോക്കട്ടാ ഗേസ്, നല്ല ചൂടായിട്ടുണ്ട്. പകുതിയോളം മുറിഞ്ഞിട്ടുണ്ട്. അതാണ്, മുറിക്കണമെങ്കിൽ സൂക്ഷിച്ച് മുറിക്കണം. മറ്റേ ബ്ലേഡൊക്കെ പഴുത്തല്ലടാ. ഇവിടുത്തെ കൈ വരെ പൊള്ളി. ബ്ലേഡ് നല്ല രീതിക്ക് പഴുത്തു പോയി കേട്ടാ. ഇതിലിട്ട് ഒരച്ചൊരച്ച് നമ്മള് കറക്കി തിരിച്ചു വെക്കാൻ പോയാ. നമ്മൾ ടൈറ്റ് ചെയ്ത് ബാക്കിയും കൂടെ മുറിക്കാനുള്ള പ്ലാനിങ്ങിലാണ്. എന്നാ വെച്ച വലിയ ബുദ്ധിമുട്ടില്ലാതെ മുറിയുന്നുണ്ടെന്ന് തോന്നുന്നു. മുറിയുന്നില്ലേ? ഇതൊക്കെ നിസ്സാരം. അടുത്ത ആള് കയറിയിരിക്കുകയാണ്. അഭിഷേകിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഉണ്ട്. അഭിഷേക് മുറിക്കുമ്പോ ഒരു കുലുക്കമാണ് ഇവിടെ മൊത്തം. മുറിക്കടാ. ഓ, അത്ര സോഫ്റ്റ് ആണോ? ആപ്പിൾ കെട്ടിയാണെന്ന് പറയാം. ഭയങ്കര പാട് ഗേസ്. ഇത് മുറിയണില്ല ഗേസ്. ഭയങ്കര സോഫ്റ്റാ. ഇതെനിക്കൊന്നത് ഇറുക്കി വെച്ചേക്കണോണ്ടാണോ എന്തോ മുറിയാൻ പാട്. അതുകൊണ്ടെടുത്ത് ഒറ്റ പോക്കായിരിക്കും. ഇവിടുത്തെ കിണ്ണം കയറിയിരിക്കുകയാണ്. മുക്കാലോളം മുറിഞ്ഞാടാ. ഒരു സൈഡും കൂടെ ഉള്ളു. അതും കൂടെ ആയിക്കഴിഞ്ഞാൽ സെറ്റ്.
മതിയുടെ ഒരുപാട് ടൈറ്റ് ഉണ്ട്, മുറിയാൻ പാടായിരിക്കും. കൈ പുള്ളി എന്നൊക്കെ പറയുന്നത് കേസ്. പൊളിച്ചിടൂ. പകുതിയായിരുന്നു ഊരി വന്നാളാ. ഇവിടെ ഒന്ന് കാണിച്ചോണ്ടാ കേസ്. കുലിക്കാത്ത ഇളക്കി കേസ്. ഇത് കാണുമല്ല കേട്ടാ. കണ്ട ഇതിന്റെ പൊടി കണ്ടോ? തീയ പൊടി. തീയ പറ്റണില്ലേ? ഉയ്യോ പയ്യ ചെയ്യടാ. ഈ അവസാനം ഈ പരുവായിട്ടുണ്ടേ. ഇത് അത്യാവശ്യം മുറിഞ്ഞ കേട്ടാ. ഇത് നീല പൊടിയുണ്ട് ഇതിന്റെ അകത്ത്. നല്ല രീതിക്ക് മുറിഞ്ഞ് റബ്ബറാണെന്ന് തോന്നുന്നു ഇതിന്റെ അകം. ഗേസ് അങ്ങനെ ബ്ലേഡ് പിന്നെ ഇളക്കിയിട്ടുണ്ട്. എന്തിനെങ്കിലും സംഭവിക്കും കേട്ടോ. ഇതിന്ന് നീങ്ങുന്ന ഫുള്ള് റബ്ബർ പന്ത് പോലെ ആവും. ബ്ലേഡ് തിരിച്ചു വെച്ചിട്ട് പണ്ടേ ഇങ്ങനെ പിന്നെ. യു ആർ ഗ്രേറ്റ്. മലയാളത്തിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു വീഡിയോ. ഈ ഗോൾഫ് ബോളൊക്കെ മുറിക്കുന്നത്, ടെന്നീസൊക്കെ മുറിക്കുന്ന ഒരുപാട് കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ടെന്നീസ്, ഫുട്ബോളൊക്കെ. വേറെ എന്തൊരു സംഭവം ഉണ്ട് ഇതിന്റെ അകത്ത്. മുറിക്കറിയാവുന്ന ആരെങ്കിലും കുറേ എനിക്കറിഞ്ഞൂടാ. ഇവിടെ മൊത്തം പാർട്ടാണല്ലോ. എല്ലാ സൈഡും മുറിഞ്ഞാടാ കേസ്. എല്ലാ സൈഡും മുറിഞ്ഞിട്ടുണ്ട്. ഇല്ലേ ഇവിടെ നല്ല വ്യക്തം. പക്ഷെ നല്ല ഹീറ്റും ഉണ്ട്. നീല പൊടിയൊക്കെ അതിന്റെ പുറത്തുണ്ട് കേട്ടോ. നീല ലെയറാൻ കണ്ടുണ്ട് അതിന്റെ അകത്ത്. എന്തിരി നമുക്ക് ഇറക്കി പൊട്ടിക്കാൻ പോവാണ് കേസ്. നല്ല സ്പേസൊക്കെ വന്നിട്ടുണ്ടാ. എന്തോ ഇതിങ്ങനെ പൊട്ടിയങ്ങ് തെറിയിച്ച കോമഡി. മുറിച്ചിട്ട് തെറിത്താണ്ടോ പണിയെടുത്ത് ഊപ്പാട് വന്നിരിക്കും. അല്ല പൈസ കൊടുത്ത് വാങ്ങിയോണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് ഉളിയും ചിറ്റിയിലൊക്കെ ആയിട്ട് കിണ്ണം വന്നിട്ടുണ്ട്. എടാ അത് ഇളവോടാ, ഉറപ്പില്ല. ഇറങ്ങണ്ട താഴോട്ട് പോകുന്നു. ഓഹോ ഇനി തറയിൽ ചടിച്ചോ കളിയാ. തറയിൽ വെച്ചടിക്കാം. അവിടെ തറയിൽ ചടി. അണ്ണന് മരട്ട്. അങ്ങനെ നമ്മള് മുറിച്ചിട്ടുണ്ടേ. എന്തുവാ അത്? മുട്ടയാ? നോക്കട്ടെ. ഇതിന്റെ അകത്ത് കാണുന്ന സംഭവം ഇതാണേ. ഒരു നീല ലെയറും ഒരു വയലറ്റ് ലെയറ്, പിന്നെ വേറെ എന്തെങ്കിലും ഒരു കളറ്, ഒരു കാപ്പി കളർ. അത് വയലറ്റ് തന്നെ തോന്നുന്നു. അത് പിന്നെ രണ്ടായിട്ട് മുറിക്കുകയാണ്. മുറിയണില്ലടാ. ഗേസ് ഇതാണ് ഗേസ് ഗോൾഫ് ബാളിന്റെ ഉള്ളിലുള്ളത്. അവന്മാരത് പിന്നെയും മുറിക്കാൻ പോയാ. പിന്നെ ആണ്ടെ ഒരു നീല ലെയർ, ഒരു വയലറ്റ് ലെയർ. സംഭവം കളറായിട്ടുണ്ട് കേട്ടോ. ഭയങ്കര കട്ടിയായിട്ടുള്ള എന്തൊരു മെറ്റീരിയലാണ്. റബ്ബറാണോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. റബ്ബർ അല്ല കേട്ടോ. അത് ഇത് വേറെ എന്തൊരു സംഭവമാണ്. എന്തൊരു ഉരുക്കി ഒഴിച്ച പോലെ ഉണ്ട്. പ്ലാസ്റ്റിക് ആണെന്ന്. പ്ലാസ്റ്റിക് ഉരുക്കി ഒഴിച്ച പോലെ ഉണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ എപ്പോഴും മുറിച്ചതിൻ്റെ. അപ്പം ഇതാണ് ഇതിൻ്റെ അകത്തെ സംഭവം. ഇത് മുറിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ. 1500 രൂപയുടെ സംഭവം എന്നൊക്കെ പറഞ്ഞാൽ 5500 രൂപയുടെ സംഭവം എന്നൊക്കെ പറഞ്ഞാൽ അതിനുള്ളതുണ്ട്. ഇത് മുറിക്കാൻ അത്രയും പാടുപെട്ടിട്ട് അത് മുറിച്ച് അമ്മ ഇത് 2 പീസാക്കിയിട്ടുണ്ട്. അത് എന്തിനായെന്ന് നോക്കാം. എന്തിനായടാ? എന്തുവാടാ? ഇതിളക്കാൻ പറ്റത്തില്ലല്ലേ ഗേസ്. അപ്പൊ ഇത് 3 ലെയർ ഉണ്ട് കേട്ടാ. ഇതിന്റെ തോലൊരു ലെയർ. ഇത് പ്ലാസ്റ്റിക് ആണ്. പ്ലാസ്റ്റിക് ആണോ? ഇതെന്താ പ്ലാസ്റ്റിക് പോലത്തെ മെറ്റീരിയൽ. ഫുള്ള് എന്ത് മെറ്റീരിയൽ ആണെന്ന് കറക്റ്റ് അറിയാം. പ്ലാസ്റ്റിക്കിന്റെ എന്തൊരു മെറ്റീരിയലാണ്.
ഇതാണ് ഗെയ്സിന്റെ അകത്തുള്ള 3 ലെയർ ഉണ്ട് കേട്ടോ. ഇതിന്റെ പുറത്ത് വരുന്ന തോല് ഈ വൈറ്റ്, പിന്നെ വരുന്നത് ഇങ്ങനെ 2 ലെയറും. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒരു നല്ല നീല കളറും വയലറ്റ് കളറും. ഭയങ്കര കട്ടിയുണ്ട് കേട്ടോ. ഇത് നമ്മളീ നഖമൊക്കെ ഇട്ട് താത്താൻ നോക്കിയാലും താരത്തൊന്നുമില്ല. മറ്റേ സിമെന്റ് ഇട്ട് അടിച്ച പോലെ ഇരിക്കുന്നു. ഇതിനി തെറിക്കാൻ നോക്കട്ടെ. ഓഹോ ഓഹോ, അത് വണ്ടിയുടെ അടിയിലെ വെളിയിലൊക്കെ നല്ല കട്ടി, കല്ല് പോലെ ഇരിക്കുന്നു. ഇത് നല്ല ഉറപ്പുണ്ട്. ഇത് അകത്തെ കട്ടിയില്ല. പിന്നെ ഇതിന്റെ തോല് വെറും പ്ലാസ്റ്റിക്. നല്ല മടങ്ങുന്നുണ്ട്, മുട്ടത്തോട് പോലെ ഇരിക്കുന്നു. അപ്പൊ ഇതൊക്കെയാണ് നമ്മളിത് മുറിച്ചപ്പോ കൂടെ കിട്ടിയ സാധനങ്ങള്. ഇതിലൊക്കെ ഇട്ടാ മുറിച്ച് അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇപ്പൊ ഗോൾഫ് ബാൾ മുറിച്ചപ്പോ ഇങ്ങനെയൊക്കെയാണ് കിട്ടിയത്. ഇതിന്റെ അകത്ത് 3 ലെയർ ഇട്ട്, ഒരു തോല്, പിന്നെ ഒരു വയലറ്റ് കളറും ഒരു നീല കളറും. നല്ല നല്ല കല്ലുപോലത്തെ സംഭവമാണ് കേട്ടോ. സംഭവം ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് നേരം മുറിച്ചിട്ടാണ് ഇത് മുറിച്ചെടുക്കാൻ പറ്റിയത്. പിന്നെ ഉള്ളിക്കൊക്കെ ഇട്ട് അടിച്ചിട്ടും പയ്യാണ് ഇത് മുറിഞ്ഞു വന്നേ. അപ്പം എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇല്ല. ഗോൾഫ് ബാൾ മുറിക്കുന്ന ഒരു വീഡിയോ ഇല്ല. ടെന്നീസും ഫുട്ബോളൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഗോൾഫ് ബോൾ മുറിക്കുന്ന വീഡിയോസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല മലയാളത്തിൽ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട തിരിച്ച് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഗുഡ് ബൈ.